Good morning, guys. The time is almost early morning 2:42. Bag ready, Tuni ready. 27th November. Let's go to our first solo trip to Denver, Colorado. പല്ലേച്ചിട്ട് അപ്പോൾ സമയം ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. തുണിയിട്ട് പാക്ക് ചെയ്ത് റെഡി. കാപ്പടി ഇനി പ്രാർത്ഥിക്കുക. നേരെ നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, ഫ്രണ്ടിൻ്റെ അടുത്തോടെ പുള്ളി എന്നെ ഡ്രോപ്പ് ചെയ്യും. ബാക്കി ഫ്രണ്ടിൻ്റെ അടുത്ത് അങ്ങനെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് അപ്പനമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് നേരെ ഇറങ്ങി. ഇനി നമ്മൾ നേരെ വെച്ച് പിടിക്കുന്നു, സ്ട്രേറ്റ് വെച്ച് നേരെ പോകുന്നത് ഇർവിംഗ് സിറ്റി. ഒരു 15 മിനിറ്റ് അവിടെ എൻ്റെ ഫ്രണ്ട് ജോബിൻ എന്നെ കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ചിരിപ്പുണ്ട്. ജോബിനെ പൊക്കിയത് അവള് നേരെ എയർപോർട്ടിലോട്ട്. അപ്പേക്കനാ പറപ്പിച്ച് വിടും പാപ്പാ. ഇതാണ് ഞാൻ പറഞ്ഞ ഇർവിങ്ങിലുള്ള എൻ്റെ ഫ്രണ്ട്. എന്നെ കൊണ്ടുവിടാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. നല്ല ജോബിന് കണ്ണിൽ മണ്ണെണ്ണ ഒഴിച്ച് കാത്തിരിക്കുമായിരുന്നു. പോവാ. അപ്പോൾ ഗൈസ് നമ്മളിത് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട് പുള്ളിയാണ് എല്ലാം ട്രിപ്പെല്ലാം പ്ലാൻ ചെയ്ത് ഫുള്ള് ഐറ്റിനറി എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട്. തോന്നുമ്പോൾ 2 വാക്ക് പറഞ്ഞു കേട്ടോ. തീർത്തിട്ട് വരാം. നമ്മള് സോളോ ട്രിപ്പ് പുള്ളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സോളോ ട്രിപ്പ്, ഗ്രൂപ്പ് ട്രിപ്പ്, സോളോ ട്രിപ്പ് ആയി. നമ്മൾ വിടുകയാണ്, അങ്ങോട്ട് കയറാൻ പോവുക. കയറിയിട്ട് ചെക്കിനൊക്കെ ഇന്നലെ ചെയ്തു. എന്തോ പറയാനുള്ളത്? എന്തെങ്കിലും പറയാ. നിങ്ങൾ പറഞ്ഞ സോളോ പോയിട്ടുള്ളതല്ലേ? സോളോയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആണോ? വിന്റർ ആയതുകൊണ്ട് നാളെ ഈ സമയത്ത് തന്നെ ആയിരിക്കും ഐസ് ബോളുകളുടെ ഫോട്ടോ അയച്ചു തരാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. സമയം ഏകദേശം ഒരു 4 മണി. നമ്മൾ അകത്തോട്ട് കയറാൻ പോവാം. ഐഡിയ ഒക്കെ എടുത്ത് പിടിച്ചേക്കാം. അവിടെ ചെല്ലുമ്പോൾ ഓരോ കറപ്പായകൾ നിൽപ്പുണ്ടായിരിക്കും, തീക്കി അടിക്കുന്ന സാധനമായിട്ട്. ഐഡിയ കണ്ടില്ല. അടുത്ത ഷോപ്പുകളാണ്. ഇവിടെ നല്ല തണുപ്പിന്റെ ഒരു സാമ്പിൾ ഇതുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നല്ല പവർ തണുപ്പായിരിക്കും. അപ്പോൾ നമ്മൾ കയറാൻ പോകും. ഓക്കെ, ഐഡിയ. ഹാപ്പി ക്രിസ്മസ്. അല്ല, ഹാപ്പി താങ്ക്സ് ഗിവിംഗ്. സോറി, ഹാപ്പി താങ്ക്സ് ഗിവിംഗ്. ഓക്കെ അല്ലേ? ഒത്തിരി ഉള്ളതായിട്ട് തോന്നുന്നു. ഇല്ല ഫോൺ എടുക്കാൻ പറഞ്ഞു. നമ്മൾ എയർപോർട്ടിനകത്ത് കയറിയിരിക്കുകയാണ്. ഇനിയും മറ്റേ ബാഗെല്ലാം ചെക്ക് ചെയ്തു, മറ്റേ സെക്യൂരിറ്റിയെല്ലാം അടിച്ച് നമ്മൾ നേരെ പോന്നു. D16 പോയി കുത്തിയിരിക്കുന്നു. ഫ്ലൈറ്റ് വരുന്നു, പറന്നു പോകുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നാണ് അമേരിക്കയിലെ താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞത്. മറ്റേ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളൊരു മറ്റൊരു പരിപാടിയാണ്. അതായത് പണ്ടങ്ങാണ്ട് ഏതൊരു പുള്ളി കൊണ്ടുവന്നൊരു സംഭവം, ഇങ്ങനെ ഫീസ്റ്റ് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഗിവിങ്ങിൻ്റെ നല്ലൊരു വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി തിന്നും. അപ്പം എല്ലാവരും താങ്ക്സ് ഗിവിംഗ് ആയിട്ട് ഡാളസിൽ പൊളിക്കുമ്പോൾ നമ്മളിതേ കൊളറാഡോ പോയി സോളോ മഞ്ഞൊക്കെ ഇങ്ങനെ വാരി കുടുക്കു കയറി. അപ്പോൾ എല്ലാം സെറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 1 അവറിലത്തെ ചെക്കിങ് ബോർഡിംഗ് എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിനകത്ത് കയറിയിരിക്കുകയാണ്. ഫ്ലൈറ്റിനകത്ത് നമുക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. സേ ഹായ് ബ്രോ. വേറൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് സേ ഹായ് ബ്രോ. നമ്മൾ സോളോ ആണെങ്കിലും നമ്മൾ ഫ്രണ്ട്സിനെ കാണുന്നിടത്ത് വെച്ച് കണ്ടുപിടിക്കുക. അതൊക്കെയാണ് ഒരു ഫൺ. ആക്ച്വലി ഇവിടുന്ന് 1 hour 57 minutes ഫ്ലൈറ്റാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ബാക്ക് ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തായിരിക്കും. കുറേ നേരത്തിന് ഫോൺ കൊണ്ടിട്ട് നോക്കുന്നുണ്ടോ, ഇങ്ങനെ കണ്ടോ, അങ്ങനെ ഉറങ്ങുന്നവരെ അഭിനയിക്കുക. അഭിനയം കൊള്ളാം, പക്ഷെ നമ്മുടെ അടുത്താണോ? നമ്മൾ ഫൈനലി പാർക്കിംഗ് ലോട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇതല്ലാതെ അതാണ് ജീപ്പ് റാംഗ്ലർ വില്ലീസ്. സോ ഇതിലാണ് നമ്മളുടെ 7 ദിവസത്തെ ട്രാവൽ
സോ ഇന്നേക്ക് ഡേ 1 പോവല്ലേ. ഈ 51 കിടപ്പുണ്ട്. നമ്മൾ വണ്ടി എടുക്കുന്നു, സ്റ്റാർട്ടാക്കുന്നു, സ്ഥലം എടുക്കുന്നു. ഇതാണ് കൊളറാഡോ. നമ്മൾ കൊളറാഡോയിൽ എത്തിയിരിക്കുന്നു. ഫൈനലി കൊളറാഡോയിൽ നമ്മൾ ഡെൻവർ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഗേറ്റ് വേ കൺവീനിയൻസ് സ്റ്റോറിൽ വന്ന് നമ്മളൊരു ഫ്രൈഡ് ചിക്കൻ മേടിച്ച് ഒരു കാപ്പിയും കുടിച്ച് നേരെ നമ്മൾ ഫസ്റ്റ് സ്പോട്ട് പിടിക്കാൻ പോകും. ബഫല്ലോ ഉള്ളൊരു സ്ഥലം ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം. സോ നമ്മൾ സക്സസ്ഫുള്ളി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. സോ ഇനിയും ഡേ 1 നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ബഫല്ലോ ഓവർലുക്ക്. സോ നമ്മൾ ഇവിടുന്ന് അപ്പ് 4 minutes. അങ്ങ് കണ്ടോ മല കണ്ടോ? ആ മല കണ്ടാൽ അത് മതിയേ. അപ്പോൾ നമ്മൾ അങ്ങനെ പോലെ സെറ്റാണ്, ഓൾ ഓക്കെ ആണ്. ദി പ്രോബ്ലമ എസ്തോബിയൻ. അപ്പം നമ്മൾ പോവാം. കം ഓൺ, ലെറ്റ്സ് ഗോ. അപ്പം നമ്മുടെ യാത്ര ഏകദേശം പകുതിയായിരിക്കുന്നു. ലൈക്ക് 16 more miles കൂടെ ഉള്ളൂ. നമ്മളത് പറന്നു പോവുകയാണ്. ബഫല്ലോ എന്താണ് ഈ സ്ഥലത്തിൻ്റെ പേര്? ആ ഒരു ബഫലോയുടെ ഒരു സ്ഥലം. അവിടെ കുറേ ബഫല്ലോ ഉണ്ട്. അല്ല പിന്നെ ഉണ്ടോ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പ്ലേസ് നിങ്ങൾ കാണും. ദൂരെ മലകൾ, നേരെ റോഡുകൾ, എന്താ ഭംഗി. അവിടെ പോവുക, അവിടെ ഒരു 20 minutes സ്പെൻഡ് ചെയ്യുക. പിന്നെ അവിടെ നിന്ന് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക്. സോ നമ്മൾ നേരെ പോകുന്നു നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായിട്ടുള്ള ബഫലോയിലേക്ക്. ഓക്കെ, ഈ റോഡൊന്ന് കാണാം, അതിൻ്റെ ഭംഗിയൊന്ന് കണ്ടേ. ആ മലകളൊക്കെ കണ്ടോ, എന്നെ രസമാണ്. ഇതിലെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ആ മനസ്സിനകത്തൊരു കുളിർമയാണ്. കണ്ടോ, ഇപ്പം അവിടെ കയറിപ്പം ഒരു മല വരും, നോക്കാം. ആ അന്തസ്, ഏതാ ലുക്ക് നോക്ക്. നമ്മളതേ ഇതുവഴിയെല്ലാം നമ്മൾ പോകുന്നു. നമ്മുടെ യാത്രകൾ നിലയ്ക്കുന്നില്ല. ഇത് ജസ്റ്റ് ഡേ 1. ഇതൊരു തുടക്കം മാത്രം. ഇത് വെറും ഒരു സാമ്പിൾ വെടിക്കട്ടെ. അത്ര തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ തന്നെ നമ്മുടെ ഏതങ്ങോട്ട് വ്യൂ ആണ്. ഇവിടുത്തെ കാറ്റാണു കാറ്റ്, മലമൂടും മഞ്ഞാണ് മഞ്ഞ്. മലമേലെ തിരി വെച്ച് പെരിയാറിഞ്ചിരി വെച്ച് ചിരി തൂകും പെണ്ണല്ലേ ഇടുക്കി. വണ്ടർഫുൾ പ്ലേസ്, മസ്റ്റ് വിസിറ്റ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കേണ്ട സ്ഥലം. വെരി ബ്യൂട്ടിഫുൾ. രണ്ട് സൈഡിലും മലകളുടെ ഇടയിലൂടെ റോഡ്. ഏകദേശം നമ്മുടെ കുമളി പോലൊന്നും അല്ല ഇത്. കുമളി വേറെ, ഇത് വേറെ. ഏത് സാധനമാ നോക്ക്, ഏതാ ലുക്ക്, ഏതാ ഭംഗി എങ്ങനെയുള്ളു പറയാം. ആ റോഡൊക്കെ കിടപ്പുണ്ട്. ഏതാ പോക്ക്. ഇങ്ങനെ അങ്ങ് പോവുക, ഡ്രൈവ് ചെയ്ത് നമ്മുടെ സ്ഥലം എത്താൻ ഏകദേശം ഒരു ബഫല്ലോ ബ്ലസ് ഗ്രേവ് ആൻഡ് മ്യൂസിയം ബിൽസ്. അതിന് ഏകദേശം ഒരു 5 mile ഉള്ളൂ. ഏകദേശം നമ്മൾ എത്താറായിരിക്കുന്നു. എത്തിക്കഴിഞ്ഞ് ബാക്കി അവിടെ. ഇനി ഞാൻ കാരണത്തിരുന്ന് മുഷിപ്പിക്കുന്നില്ല. സോ റെസ്റ്റ് ഓവർ ദെയർ. ഓക്കെ, നമ്മൾ അടുത്ത എക്സിറ്റ് എടുക്കാൻ ഒരു 2 miles കൂടെ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് ഓവർ ദെയർ. അപ്പം ഹായ് ഗൈസ്, നമ്മൾ സോ ഒരു പ്ലസൻറ്റ് മോർണിംഗ് ആണ്. മോർണിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ തണുപ്പുണ്ട്. പക്ഷേ വലിയ കോച്ച് പിടിക്കുന്ന തണുപ്പൊന്നുമില്ല, അത്രയ്ക്ക് പറയത്തക്ക തണുപ്പൊന്നുമില്ല. ഞാൻ വിചാരിച്ചത്ര തണുപ്പൊന്നുമില്ല. പക്ഷേ ഇറ്റ്സ് വണ്ടർഫുൾ. അവിടെ മലയുടെ വടയൊക്കെ നോക്ക്. നമ്മളിതേ ഫൈനലി നമ്മുടെ ബഫല്ലോ ഓവർലുക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ സ്ഥലം. സോ കാണും, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്കിവിടെ ഉള്ളപ്പോൾ നമ്മളിതൊക്കെ കാണാതിരുന്നു കഴിഞ്ഞാൽ അത് മോശമല്ലേ. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പം നമുക്ക് എന്തോ കാണാൻ പറ്റുന്നത്, ബഫലോസിനെ കാണാൻ പറ്റും.
അപ്പം ഞാൻ മുമ്പോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത്. താങ്ക് യു. എൻജോയ് ഹാവ് എ നൈസ് ഡേ. ഇതാണ് ഗൈസ് ബൈസൺ ഓവർലുക്ക് എന്ന് പറഞ്ഞ സ്ഥലം. ഏകദേശം സോ ബ്യൂട്ടിഫുൾ. പക്ഷെ ഇവിടെ ഒരു ബൈസണെ പോലും കണ്ടില്ല. ഞാൻ ബൈസണെ തപ്പി ഇറങ്ങിയത്, ബൈസണെ കേട്ടില്ല. ബൈസൺസ് ഒക്കെ കാടിനകത്താണ്. കാട് മീൻസ് മല. ഈ മലയുടെയൊക്കെ അകത്താണ് ബൈസൺസ് ഉള്ളത്. അങ്ങനെ ഇറങ്ങി വരത്തൊന്നുമില്ല. ഭാഗ്യമുണ്ടേ കാണാം, ഭാഗ്യമില്ലാതെ പോയി. പക്ഷേ നമ്മുടെ ശ്രമം മുടങ്ങുന്നില്ല. നമ്മുടെ ശ്രമം മുമ്പോട്ട് വെച്ച കാലം മുമ്പോട്ട് തന്നെ. ഏത് നോക്ക്, താഴെ കണ്ടോ അരുവിയൊക്കെ ഐസായിട്ടിരിക്കും. നോക്ക്, ഐസരുവികൾ കാണാം അങ്ങോട്ട് പോകുമ്പോൾ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സൈക്ലിങ് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ. സൈക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടിയുടെ പുറകെ ഒരു സൈക്കിൾ കെട്ടിക്കൊണ്ട് വരിക, നൈസായിട്ട് സൈക്കിൾ ചെയ്ത് നിങ്ങൾ പോവുക. ബഫല്ലോ ഓവർലുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൗണ്ടൻസിൻ്റെ വ്യൂ ആണ്. നോക്ക്, ഇവിടെ നിന്നുള്ള മൗണ്ടൻസിൻ്റെ മലകളുടെയൊക്കെ വ്യൂ എന്ന് കാണാം. അടിപൊളി. ഇതൊക്കെ കണ്ട് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു എന്തോ ഒരു ഫീലിംഗ് ആണെന്ന് അറിയത്തില്ല, പക്ഷെ ആ ഒരു ഫീലിംഗ് ഉണ്ടോ. നല്ല കാർഡിയോ കേട്ടോ. കാർഡിയോ എന്നൊക്കെ പറഞ്ഞ നടക്കാൻ ഇഷ്ടമുള്ളവരെ ഇതിലേക്ക് വരാം. നടക്കുക, കാടുകൾ കാണുക, ഇലകൾ കാണുക, കൈ മരവിപ്പിക്കുക, കൈ വെളുപ്പിക്കുക. അയ്യോ, ഓ ജീസസ്. നമ്മൾ നേരെ ഇങ്ങനെ നടന്നു പോന്നു. മുട്ടക്കുന്ന് പോലെ കുന്നുകളുണ്ട്, മലകളുടെ വ്യൂസ്. ഓരോന്നും ഞാൻ വരുമ്പോൾ അപ്ഡേറ്റ്സ് ആയിട്ട് ഇട്ട് തരാം. കിട്ടി. അങ്ങനെ അവസാനം നമ്മൾ ബൈസണുള്ള സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ബൈസൻ്റെ ഒരു ഹേർഡ് തന്നെ അവിടെ ഇരുന്ന് മെയ്യുന്നുണ്ടോ. എന്തൊരു ഭംഗി. ആ മലകളുടെ കീഴേ ഇരുന്ന് നല്ല പച്ചപ്പുല്ലിരുന്ന് അടിക്കുക കുട്ടപ്പന്മാർ. അങ്ങനെ നല്ല ബൈസണുകളെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോകും, ഓഫ് ആകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പക്ഷേ നമ്മൾ മാക്സിമം പിടിച്ചു വയ്ക്കും. എൻ്റെ പൊന്ന് ഗൈസ്, നെവർ എവർ അണ്ടർ എസ്റ്റിമേറ്റ് കൊളറാഡോ ഡെൻവർ. നമ്മൾ തണുപ്പില്ല മഞ്ഞില്ല എന്നോർത്ത് നമ്മൾ ഒരിക്കലും ഗ്ലൗസ് ഇടാതെയോ തലയിൽ തൊപ്പിയിടാതെയോ ഇതിലിറങ്ങി നടക്കരുത്. പിന്നെ ഓൾവേസ് കൈ വെള്ളം എടുത്തോണം. പണ്ടാരടങ്ങാനായിട്ട് ശ്വാസം മുട്ടിപ്പോൾ ചത്തേനെ മനുഷ്യൻ. അങ്ങനെ എൻ്റെ ഫോണിൻ്റെ ചാർജ് പോയി. പിന്നെ ഞാൻ പവർ ബാങ്ക് എടുത്തുകൊണ്ട് വന്നതേ ചാർജൊക്കെ ആക്കിയത് ഇതുണ്ടോ ഇരിക്കുന്ന കുട്ടന്മാരെ നോക്ക്. ഇവന്മാരെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ കുട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. നോക്ക്, ഇവന്മാരിങ്ങനെ അടിച്ച് പൊളിച്ച് മേഞ്ഞ് വരിക. താഴെ ഉണ്ട് പറയണം, താഴെ വെള്ളത്തിൻ്റെ അരുവികളിൽ ഓടിച്ചാടി കുറവന്മാർ നടപ്പുണ്ട്. ഇതാണ് ബഫല്ലോ ഓവർലുക്ക്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായ മലനിരകൾ കാണാം. മലനിരകൾ ഇതിങ്ങനെ സൈക്കിൾ ചവിട്ടി വരുന്ന വഴിയാണ്. അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. ഇങ്ങനെ മലനിരകൾ കണ്ടോ, അടിപൊളി. ഇങ്ങനെ എടുക്കുക. ആ മൗണ്ടൻ്റെ പേരെന്തോ എന്നോടൊരു പുള്ളിക്കാരി പറഞ്ഞു തന്നത്, എന്തോ ഒരു മൗണ്ടാണ്. എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. പേര് കിട്ടിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഇത് വളരെ ബ്യൂട്ടിഫുള്ളാണെന്നറിയോ. പച്ചപ്പ് ഹരിതാപം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് നിൽക്കുന്നുണ്ടോ, വാണിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ടോ മാറി നിൽക്കണമെന്ന്. മനോഹരമായ ഈ സ്ഥലങ്ങളിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ അതുകൊണ്ടോ കുറച്ച് ബൈസണ ചായന്മാർ കിടക്കുന്നുണ്ടോ. എൻ്റെ പൊന്നെ അടിച്ച് മീനും ചാപ്പിയൊക്കെ ഇട്ട് താണ്ട് കിടക്കുന്നു. വരുന്നെന്താ ഇവിടെ പടകൂറ്റിനുണ്ടോ കിടപ്പുണ്ട്. വേണ്ട മാറുടെ അടുത്തോട്ടൊന്നും പോരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നിങ്ങളെ ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നോക്ക്. എത്ര എണ്ണമാണ് നോക്ക്, എണ്ണിക്ക് വന്നിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 40 എണ്ണമുണ്ട്. ഇങ്ങനെ കിടക്കുക താഴെ അരുവികളെല്ലാമായിട്ട്. ഇതാണ് നമ്മുടെ സ്വന്തം ബഫല്ലോ ആസാനം. മനസ്സിലായല്ലോ. വണ്ടർഫുൾ, മെലോഡിയസ് ആൻഡ് ട്രമെൻഡസ് ആൻഡ് ഓഫുൾ. സത്യം പറയാമല്ലോ, ഇവിടെ ഞാൻ ചാർജ് തീർന്നിട്ട് ഞാൻ തിരിച്ച് വന്നില്ലായിരുന്നെങ്കിൽ ഇതൊരു വൻ നഷ്ടമായി പോനെ. ഇത്രയും ക്ലിയർ ആയിട്ടൊരു വ്യൂ എനിക്ക് കിട്ടാതെ വന്നേ. സോ ഐ എം താങ്ക്ഫുൾ ഫോർ മീ മൈസെൽഫ് ആൻഡ് മീ ഓൺലി. താങ്ക് യു ഓൾവേസ് താങ്ക് യു. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് സജസ്റ്റ് ചെയ്തവരോട് ഞാൻ എൻ്റെ അകമഴിഞ്ഞ നന്ദിയെ
ഇപ്പം തന്നെ ഈ വേളയിൽ ബോധിപ്പിക്കുന്നു. കിടക്കുന്ന കിടപ്പ് നോക്കുക, ഒന്നും അറിയാത്ത പോലെ കിടക്കുക. അപ്പോൾ ഗൈസ് അരമുക്കാൽ മണിക്കൂർ നീണ്ട നടത്തം കഴിഞ്ഞ് ഞാൻ തിരിച്ച് എൻ്റെ വണ്ടിയിലോട്ട് വരുമ്പം കാണുന്ന കാഴ്ച നോക്കിയാൽ സൂം ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ബിസ്ക്കറ്റ് അല്ല കുക്കി ചോക്ലേറ്റ് കുക്കി ഒരു വഴി വെച്ചൊരു ഫാമിലി കണ്ടായിരുന്നു. അവരെനിക്ക് തന്നാ അന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, അവർ തന്നാ. കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടാകും. സോ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ബഫല്ലോ ഔട്ട്ലുക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ മസ്റ്റായിട്ട് ഫോൺ ചാർജ് ഉണ്ടായിരിക്കണം. നമ്പർ 1. നമ്പർ 2 കയ്യിലൊരു പവർ ബാങ്ക് എടുക്കണം. നമ്പർ 3 വെള്ളം. നെവർ അണ്ടർഎസ്റ്റിമേറ്റ് ആൾട്ടിറ്റ്യൂഡ്. കാലുണ്ടല്ലോ കാഫൊക്കെ പഴം പോലെ ആവും. അതുകൊണ്ട് എപ്പോഴും വളരെ സൂക്ഷിച്ച് ഇരുന്ന് പോവുക. അതുകൊണ്ട് നമുക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് പരിചയമില്ലല്ലോ. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞു. ഡേ 1 ഫസ്റ്റ് സ്പോട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്പോട്ടിലോട്ട് നമ്മൾ പോകുന്നു. ഇവിടെ നിന്ന് നേരെ അടുത്ത സ്പോട്ടിലോട്ട്. അതിൻ്റെ അപ്ഡേറ്റ്സ് വണ്ടി വെച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരിക്കും. അപ്പം നമുക്ക് വണ്ടിയിലോട്ട് കയറാം. സോ ഗൈസ്, അങ്ങനെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ലൊക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ലൊക്കേഷനിലോട്ട് പോകുന്നു. ഞാൻ നല്ലപോലെ ക്ഷീണിച്ചു കേട്ടോ, പറയാതിരിക്കാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറയാമല്ലോ. ക്ഷീണിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ തളരും. സെക്കൻഡ് ലൊക്കേഷൻ ഇഡാഹോ സ്പ്രിങ്സ് എന്നാ ഞാൻ പ്രൊനൗൺസ് ചെയ്തത്. വേറെ എങ്ങനെയാലും ഇഡാഹോ എന്നോ എങ്ങനെയാണെങ്കിലും പ്രൊനൗൺസ് ചെയ്യാം. ഇഡാഹോ സ്പ്രിങ്സ്. സോ ഇവിടെ നിന്നൊരു 15 മിനിറ്റ്, ഏകദേശം 13 മൈലൂടെ ഉണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു ഇഡാഹോ സ്പ്രിങ്സിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം. ഇതാണ്. ലുക്ക് ഹൗ ബ്യൂട്ടിഫുൾ, ലുക്ക് ഹൗ ഗ്രേറ്റ് ഈസ് അവർ ഗോഡ്. നമ്മളിതൊക്കെ കണ്ട് ആസ്വദിച്ച് മുമ്പോട്ട് പോവുക. ഏതാ രസം. മുമ്പോട്ട് നോക്കുമ്പോൾ നല്ല നല്ല മരങ്ങൾ, മലകൾ, മേഘങ്ങൾ. സ്പ്രിങ്സ് എനിക്ക് തോന്നുന്നു ഇതൊരു കാടായിരിക്കാനാണ് ചാൻസ്. സ്പ്രിങ്സ് എന്നൊക്കെ പറയുമ്പോൾ കാടല്ലേ, സ്പ്രിങ് അല്ലേ? സോ മോസ്റ്റ് പ്രോബബ്ലി കാടായിരിക്കും. എൻ്റെ കണവണ ഇംഗ്ലീഷൊക്കെ ഒന്ന് ക്ഷമിച്ചു വിടാം. ഓക്കെ, നമ്മളെ ഇംഗ്ലീഷ് എന്നല്ല, നമ്മളെ മലയാളിയാണ്. അപ്പോൾ നമ്മളിത് how beautiful and wonderful and marvelous and tremendous this place is. So bombastic. So നമ്മളങ്ങനെ പറക്കുന്നില്ല, എനിക്ക് പറപ്പിക്കാൻ വയ്യ. നമ്മൾ പതുക്കെ ചവിട്ട് ഒരു 60-65 പിടിച്ച് നമുക്ക് പതുക്കെ ഇഡാഹോ സ്പ്രിങ്സിലോട്ട് വിടാം. മുമ്പോട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ച് കണ്ട് നമുക്കങ്ങ് പോവാം. കണ്ട് see how beautiful. ഇതാണ് നമ്മുടെ ഇഡാഹോ സ്പ്രിങ്സിലോട്ട് പോകുന്ന വഴിയാണ്. ഏകദേശം ഒരു 5 more miles 8 minutes കൂടെ ഉള്ളൂ നമുക്ക് അവിടെ എത്താൻ. ഇവിടെ റോഡ് പണിയായതുകൊണ്ട് 45 പോകാമെന്ന് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 45 തന്നെ പിടിച്ച് പോവാം. ഈ ആൾട്ടിറ്റ്യൂഡ് ഇറങ്ങുമ്പോഴേ ചെവി അടയുന്നൊരു സീനുണ്ട്. അപ്പം നല്ലതായിട്ട് ഉമിനീര് പിടിച്ച് വെച്ചിട്ട് അങ്ങ് ഇറങ്ങിയാൽ അങ്ങ് ഇറക്കുമ്പം ആ ചെവിയിലെ അടപ്പങ്ങ് പോയിക്കോളും. അവിടെ സൂക്ഷിച്ചെടുത്തില്ലേലും പണിയാ. ഇടി കിട്ടിയ അമ്മമാർ തന്തയ്ക്കും വിളിക്കും. അതുകൊണ്ട് ആ വ്യൂ ഒക്കെ ഒന്ന് നോക്കിക്കേ. എന്നാ വ്യൂ ആന്ന് നോക്കി, എന്നാ വ്യൂ ആടി. മല കണ്ടോ അടിപൊളി വ്യൂ അല്ലേ? ഈ വ്യൂ ഒക്കെ ഒന്ന് കാണാൻ തന്നെ വേണം ഒരു ഭാഗ്യം. അങ്ങനൊന്നുമില്ല, ആർക്ക് കാണാം. See the God's creations, bro. It's really wonderful, really wonderful, really amazing, really amazing. ഒന്നും പറയാനില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. ഒന്നും പറയാനില്ലെന്ന് എല്ലാവരും പറയുന്ന സാധനം. എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. പറയാം. സോ
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മലനിരകൾ കണ്ടുള്ള പോക്ക്. സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ എന്നെ സുഖമുള്ള പരിപാടി. നമുക്ക് എന്നെ തോന്നിയ ദിവസം വേണം കാണിക്കാം. അതായത് അങ്ങനല്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം, മലച്ചുകാരം സംസാരിക്കാം, ആരും ഉണ്ടെന്നുള്ള പ്രശ്നങ്ങളല്ല. അതിൻ്റെ നെഗറ്റീവ് സൈഡും ഉണ്ട്, പക്ഷേ കൂടുതലും പോസിറ്റീവ് സൈഡാണ് എനിക്ക് കാണാൻ പറ്റും. സോ നമ്മളിത് എങ്ങനെ മുമ്പോട്ട് പോകുന്നു. ബാക്കി വീഡിയോസ് പുറകെ അപ്ഡേറ്റ്സ് ഇടയ്ക്കൊന്ന് ബ്ലർ ആകുന്നുണ്ട്, ക്ഷമിക്കണം, ഔട്ട് ഓഫ് ഫോക്കസ് ആകുന്നുണ്ട്, അത് റെഡിയാക്കി തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇഡാഹോ സ്പ്രിങ്സിലെ ഒരു ടണലിനകത്തോടുള്ള കണ്ടോ, മലയുടെ ഇടയ്ക്കൂടെ മല വെട്ടിപ്പണന്ന ടണലാന്ന് തോന്നുന്നു. ടണലിനകത്തോടുള്ള വേണ്ടതണ്ട ഇങ്ങനെ നമ്മൾ പറന്നിങ്ങനെ പോകുന്നു. ഇതൊക്കെ 45 പോലീസ് പുറകെ ഷെറഫ് നിപ്പുണ്ട്. അവന്മാരെങ്ങാനും തൂക്കിയാൽ എന്നെ അവന്മാർ പിഞ്ഞാണം വരെ പറഞ്ഞെടുക്കും. അത്ര ടീംസ് അവന്മാർ. അതുകൊണ്ട് പിഞ്ഞാണമല്ല, അവന്മാർ നമ്മളെ മാക്സിമം ടിക്കറ്റും തരും, ഇൻഷുറൻസും കൂടും, പിന്നെ നമ്മളെ നീറ്റിൽ നിലയ്ക്ക് നിർത്തുകയല്ല വീട്ടുകാർ. അതുകൊണ്ട് സ്പീഡ് ലിമിറ്റൊക്കെ നോക്കി കാഴ്ചകളൊക്കെ കണ്ട് ഏതാ കാഴ്ച. ഓ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ, യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. പോലീസ് വരുന്നുണ്ട് പുറകെ. ഫൈനലി അങ്ങനെ മനോഹരമായ ഇഡാഹോ സ്പ്രിങ്സിൽ നമ്മളെത്തി. ഇഡാഹോ സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, 2 സൈഡിലും നല്ല കിടില മല, ഇടയ്ക്കൂടെ റോഡ്. ദൈവമാണ് അതിൻ്റെ ഭംഗി. അതെ കണ്ടോ, ഈ 2 സൈഡിലും ഇങ്ങനെ മരങ്ങൾ, 2 സൈഡിലും മലയാ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മലയാ, ഇവിടെ മലയാ. എൻ്റെ നടുക്കൂടുള്ള ഡ്രൈവിനെയാണ് ഇഡാഹോ സ്പ്രിങ്സ്. ഇറ്റ്സ് റിയലി വണ്ടർഫുൾ ആൻഡ് അടിപൊളി. കണ്ടോ, പഴയ വിൻറ്റേജ് വണ്ടികൾ കിടക്കുന്നുണ്ട്. സ്റ്റോപ്പ് സൈൻ ഉണ്ട്. സ്റ്റോപ്പ് സൈൻ നിർത്തിയില്ലെങ്കിലുണ്ടല്ലോ, അവന്മാർ എവിടെ നിന്നേലും പിടിച്ചു കഴിഞ്ഞാൽ $300 അടിച്ച് കയ്യിലങ്ങ് തരും. 100 ഇത്ര കൃത്യമായിട്ട് എനിക്കറിയത്തില്ല, എൻ്റെ രൂപത്തിലങ്ങ് പറഞ്ഞു. സോ ഇതുണ്ടോ ആ സീനിക് ബ്യൂട്ടി ഒന്ന് നോക്ക്, സീനിക് ബ്യൂട്ടി. ഇങ്ങനെ പോകുമ്പം ഓരോ കണ്ടോ, BMW ഒരു X സീരീസ് അല്ലേ വരുന്നത്. പോയി നമുക്ക് ജീപ്പാണ്. ഈ ഒരു ടെറൈനും ഈ ഒരു കാലാവസ്ഥയ്ക്കും പറ്റിയ ഏറ്റവും നല്ല വണ്ടി ജീപ്പ്. നമ്മുടെ മഹീന്ദ്ര കിട്ടുവാണെങ്കിൽ അതായിരുന്നു നല്ലത്. മഹീന്ദ്ര കിട്ടിയില്ല, ഇതാ കിട്ടിയത് റാംഗ്ലർ. അപ്പം പിന്നെ റാംഗ്ലറുമായിട്ടെങ്കിൽ അവിടെ നോക്ക്, എന്തൊരു ഭംഗിയാന്ന് നോക്ക്. ഒരു 10-15 മിനിറ്റ് ഈ റോഡെ തന്നെ ഇങ്ങനെ വെച്ച് പിടിച്ചങ്ങ് പോയിക്കഴിഞ്ഞാൽ എന്തൊരു രസമാണെന്ന് നോക്ക്. ഈ സൈഡിലത്തെ തന്നെ ഒരു മഞ്ഞ കളറിലെ കല്ലും, ഇപ്പുറത്തേതൊരു പച്ച കളറിലെ ഒരു പച്ചപ്പ് ഹരിതാപം. പച്ച കളറിലെ കല്ലല്ല, പച്ചപ്പ് ഹരിതാപം. അവിടെ മുഴുവൻ ചെടികളും. ഇവിടുത്തെ ടെറൈൻ കണ്ടോ, ഡിഫറെൻറ്റ് ടെറൈന്. എന്ത് ഭംഗിയുള്ള റോഡുകളാണ്. നമ്മളിത് ഇങ്ങനെ വളരെ ഭംഗിയുള്ള ഇഡാഹോ സ്പ്രിങ്സ് കണ്ട് മുമ്പോട്ട് നമ്മുടെ പുറകോട്ടുള്ള വഴി ഇങ്ങനെ വരുന്നത്. പുറകിൽ നിന്ന് വണ്ടികളിങ്ങനെ പാഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടികൾ ഉണ്ട്. സൈഡ് മിറർ നോക്കി എടുത്ത് അതൊക്കെ പോയിക്കഴിഞ്ഞാൽ മുമ്പോട്ട് ഇങ്ങനെ പോവാം. അപ്പം ഇങ്ങനെ ഉണ്ടോ, എന്തൊരു രസമാണെന്ന് നോക്കിയാൽ. അടിപൊളി. ആ ടെറൈനും ആ ഒരു അറ്റ്മോസ്ഫിയറും ഈ ഒരു പീസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ പീസ് ഓഫ് മൈൻഡ് ഈസ് ലൈക്ക് എക്സ്ട്രാ ഓർഡിനറി ആൻഡ് സംതിങ് എൽസ്. മാൻ ഇസ് ഔട്ട് ഓഫ് പറയാതിരിക്കാൻ വയ്യ. നാവുകൾ കൊണ്ട് നമുക്ക് വർണ്ണിക്കാൻ പറ്റുന്നതിനെക്കാട്ടിലപ്പുറം. അങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോൾ അതുകൊണ്ടോ എന്തൊരു ഭംഗിയാന്ന് നോക്ക്. ഇച്ചിരി സൂം ചെയ്ത് കാണിച്ചു തരാം. ഇച്ചിരിയോടെ സൂം ചെയ്യാം. നല്ല എനിക്ക് രാവിലെ ഒരു ചിക്കൻ്റെ ഫ്രൈസ് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. ഫ്രൈഡ് ചിക്കൻ പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. എവിടെയാലും തട്ടുകടയോ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കഴിക്കണം. നമുക്ക് ഫുഡ് കഴിപ്പല്ല ഇതിനകത്ത് മെയിൻ. നമുക്ക് ഇതിനകത്ത് മെയിൻ എന്ന് പറഞ്ഞാൽ സ്ഥലങ്ങൾ കാണുക. മെയിനായിട്ട് നമ്മൾ ക്യാമറയ്ക്കകത്ത് ഉൾക്കൊള്ളിക്കുക, ചാർജ് തീരാതെ അങ്ങ് വരെ എത്തിക്കുക. അതൊക്കെയാണ് നമ്മുടെ മെയിൻ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ യാത്ര മുമ്പോട്ട് വെച്ചകാൽ മുമ്പോട്ട് തന്നെ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് നമ്മൾ ഇഡാഹോ സ്പ്രിങ്സ് കഴിഞ്ഞ് ഡേ 1 സെക്കൻഡ് ലൊക്കേഷൻ ഇഡാഹോ സ്പ്രിങ്സ് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ബൈ ദ വേ നമ്മുടെ ഇഡാഹോ സ്പ്രിങ്സ് ആണ് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡേ 1 സെക്കൻഡ് സ്പോട്ടായിട്ടുള്ള ഇഡാഹോ സ്പ്രിങ്സ് നമ്മളിങ്ങനെ കണ്ട് സീനിക് ആയിട്ടുള്ള മൗണ്ടൻസും എല്ലാം കണ്ട് നമ്മൾ മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ഡേ 1 സെക്കൻഡ് ലൊക്കേഷൻ കഴിഞ്ഞ് നമ്മുടെ തേർഡ് ലൊക്കേഷനിലോട്ടുള്ള നമ്മുടെ യാത്രയാണ്. ഓൺ ദ വേ ആണ് എല്ലാം. സോ നമ്മുടെ തേർഡ് ലൊക്കേഷൻ ഈസ് ടു ബി ജോർജ് ടൗൺ. അവിടെ നമുക്ക് ഒരു ടൗൺ ഉണ്ട്, ഒരു ലേക്ക് ഉണ്ട്, പിന്നെ ഒരു ജോർജ് ഉണ്ട്. എൻ്റെ ചളിയൊക്കെ കേട്ട് നിങ്ങളുടെ ഒരു അവസ്ഥ. ഒരു ടൗൺ ഉണ്ട്, അവിടെ ഒരു ലേക്ക് ഉണ്ടെന്നൊക്കെയാണ് കേട്ടെ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നു. അവിടോട്ട് ഏകദേശം ഒരു 10 മിനിറ്റ്, ഇവിടുന്ന് ഒരു 8.4 മൈൽ. ഈ റോഡ് അങ്ങനെ നേരെ വെച്ച് പിടിച്ചാൽ നമ്മൾ ജോർജ് ടൗണിലോട്ടാണ് പോകുന്നത്. അങ്ങോട്ട് മുമ്പോട്ട് നോക്കുമ്പോൾ എന്തൊരു സീനിക് ബ്യൂട്ടിയാണ് നോക്ക്. അങ്ങോട്ട് നോക്കിക്കേ, ആ മല കണ്ടോ? അതിൻ്റെ പേരെനിക്കൊന്ന് കണ്ടുപിടിക്കണം. എന്നാ ഭംഗിയാന്ന് നോക്കി. ആ ഒരു അഴകൊന്ന് കണ്ടേ, അഴക് റാണി, പേര് റാണി. അല്ലേ, അല്ലെന്ന് പറയാൻ പറ്റൂ. അപ്പം അങ്ങനെ നമ്മൾ മുമ്പോട്ട് നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. ഓക്കെ, സോ വി ആർ മൂവിങ് ഓൺ ടു ജോർജ് ടൗൺ. ജോർജ് ടൗൺ എത്താൻ ഏകദേശം 1 more mile. സീ ദ ബ്യൂട്ടി. ഞാനൊന്നും പറയുന്നില്ല, ഞാൻ എന്തോ പറയേണ്ടത് ഇതിനൊക്കെ. സീ ദ ബ്യൂട്ടി ഓഫ് ദിസ് പ്ലേസ്. എത്രയാണ് ഞാൻ വർണ്ണിക്കാൻ വാക്കുകളില്ല. ഐ ഡോണ്ട് ഹാവ് എനി വേർഡ്സ് ടു സേ. നോക്ക് ആ മേഘം. ഇന്നത്തെ ക്ലൈമറ്റ് ഈസ് ലൈക്ക് ദൈവം സഹായിച്ചു. ഇന്നത്തെ ക്ലൈമറ്റ് വാസ് സോ ഗുഡ്. അതുകൊണ്ട് എല്ലാം നല്ല വിസിബിൾ ആയിരുന്നു. അല്ലെങ്കിൽ ഇവിടെയൊക്കെ കോടമഞ്ഞ് പിടിച്ച് ഒരു വഹ കാണാതെ ആയനെ. സോ എന്തോ ദൈവം കഴിഞ്ഞ് ഇന്നത്തെ ക്ലൈമറ്റ് വാസ് സോ. നമുക്ക് എക്സിറ്റ് എടുക്കാൻ സമയമായി. സോ നമ്മൾ ഈ എക്സിറ്റ് എടുക്കുന്നു, എക്സിറ്റ് 228. സോ നമ്മളിതെടുത്ത് നേരെ ജോർജ് ടൗൺ ചാടുന്നു. ആൻഡ് ദെൻ അവിടുന്ന് നമ്മൾ ബാക്കി വിശേഷങ്ങളിലോട്ട് പോകാം. സോ ദിസ് ഈസ് സംതിങ് ലൈക്ക് ജോർജ് ടൗൺ. ആൻഡ് ഇവിടെ നമ്മൾ ലെഫ്റ്റ് എടുക്കുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ലെഫ്റ്റ് ബ്രോ. അങ്ങനെ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് ജോർജ് ടൗൺ എത്തി. അടുത്തൊരു സ്റ്റോപ്പ് സൈൻ എത്തി. ഇവിടെ ഡു നോട്ട് എൻ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. നേരെ പോയിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുക്കാം. ലെഫ്റ്റ് അല്ല റൈറ്റ് എടുക്കാം. സോ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ലെന്ന് ആരാ ഇവിടെ പറയുന്നത്? സോ ബ്യൂട്ടിഫുൾ. ഇങ്ങനെ വന്ന് നമ്മൾ ജോർജ് ടൗണിലോട്ട് ഇറങ്ങി. സോ റെസ്റ്റ് ഓഫ് ദ തിങ്സ് പുറകെ. സീ ഗൈസ് ദ ബ്യൂട്ടി ഓഫ് മൗണ്ടൻസ്. ആ വരുന്നത് ഒരു ആറേറ്റല്ലേ ആ പോണത്. വടവർ. സീ ദ ബ്യൂട്ടി ഓഫ് മൗണ്ടൻസ്. ഇതിങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പോവുക. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. നമ്മളിത് ഇങ്ങനെ എടുത്തിട്ട് സ്റ്റോപ്പ് സൈനിലൊന്ന് ചവിട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വളവൊന്ന് തിരിച്ച് അതെ നമ്മൾ പോകുന്നു ജോർജ് ടൗണിലേക്ക്. നേരെ പോയി കഴിഞ്ഞാൽ 6th സ്ട്രീറ്റിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ജോർജ് ടൗൺ ആണ്. അവിടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് നേരെ പോയി അങ്ങ് എക്സ്പ്ലോർ ചെയ്യാം. എല്ലാം അങ്ങനെ കാണാപ്പാടമൊന്നും അറിയത്തൊന്നുമില്ല. നമ്മൾ ഒരു ഐറ്റിനറി ChatGPT ചോദിച്ചു. നമ്മുടെ ഫ്രണ്ടുണ്ട്, പുള്ളി പറഞ്ഞു തന്നു. പുള്ളിയാണ് മെയിൻ. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ പോകുന്ന വഴി എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിച്ച് പോവുക. അപ്പോൾ നമ്മൾ ജോർജ് ടൗണിൽ പോയിട്ട് ഒരു ലേക്ക് കണ്ടു കിട്ടിയാൽ ലേക്കിൽ നിന്ന് നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാം. ഫോട്ടോ ബേ ഉണ്ട് കേട്ടോ. ഫോട്ടോ ബേയിൽ എങ്ങനെയാണ് നമ്മൾ പോവുക? അപ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലോട്ട് പോകാം. ജോർജ് ടൗൺ. ഒരു മൈന ക്ലിക്ലി. ജോർജ് ടൗൺ എന്നല്ലേ കാണുന്നത്? അതെ. അപ്പം ജോർജ് ടൗൺ എത്തി. ബാക്കി ഞാൻ കാണിച്ചു തരാവേ. കുറച്ച് കഴിഞ്ഞിട്ടെ വണ്ടി തുറച്ചോട്ടെ. സോ ഗൈസ്, വെൽക്കം ടു ദ ഹിസ്റ്റോറിക് ജോർജ് ടൗൺ. അപ്പം നമ്മൾ ജോർജ് ടൗണിലോട്ട് കയറിയിരിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി മുമ്പോട്ട് പോകുമ്പോൾ
സീനിക് ബ്യൂട്ടികൾ കാണാം. എന്താ അങ്ങോട്ട് നമുക്ക് ഐസിൻ്റെ ഗ്ലേഷ്യറൊക്കെ നിൽക്കുന്നുണ്ടോ മലയുടെ മേളിൽ നമുക്ക് ഉണ്ടോ. ഇപ്പം അലി എന്ന് പറഞ്ഞ് നിൽക്കുക. പക്ഷെ അലിയത്തില്ല. അതാണ് ടെക്നോളജിയ. അങ്ങനെ നമ്മൾ മുമ്പോട്ട് ഇങ്ങനെ പോയി ഈ സൂം തന്നെ മാറാത്ത ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് സൈനിലൊരു ചവിട്ട്, ഇങ്ങോട്ടൊരു തിരിവ്. നോക്കൂ കാണൂ ഈ പ്രപഞ്ചം പറന്നിടുന്നു പക്ഷികൾ. എന്തൊരു ഭംഗി, സീനിക് ബ്യൂട്ടി. നോക്ക് ഒരു സീനിക് ബ്യൂട്ടി നിങ്ങളെല്ലാവരും കണ്ട് ആസ്വദിക്കുക. ജോർജ് ടൗൺ, ഡേ 1, 3rd ലൊക്കേഷൻ ജോർജ് ടൗൺ. ദാറ്റ്സ് ഓൾ ഐ ഹാവ് ടു സേ. ഇനി നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ജോർജ് ടൗണിൽ ഞാൻ നോട്ടീസ് ചെയ്തത് മരങ്ങളുടെ സ്നോ ഉണ്ടോ. വലിയ സ്നോ ഒന്നും ഇല്ല, 4 മിനിറ്റ്സിലേക്ക് സ്നോ എന്ന് പറയാം. വണ്ടിയാണ് തകടും പറയുന്നത്. നോക്കൂ, ഇതാണ് ജോർജ് ടൗൺ. സോ ഇവിടെ നമ്മൾ നേരെ നമുക്ക് ഇതിലെ വഴിയുണ്ടെന്ന് ഐ തിങ്ക് സോ. ലെറ്റ്സ് സീ. ഇങ്ങനെ അങ്ങ് പോയി നോക്കാം. സോ വഴിയുണ്ട്. മേ ബി ഐ തിങ്ക് സോ. ഹോപ്പ്ഫുള്ളി നമ്മളിങ്ങനെ പോകുന്നു. നമുക്ക് ഇവിടെ നിന്നും പാർക്കിംഗ് ഒന്നുമില്ല. സോ നമ്മളിത് എങ്ങനെ നേരെ പോയി മലയുടെ മാളൊക്കെ കണ്ട. വെരി വണ്ടർഫുൾ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് സോ വണ്ടർഫുൾ. പക്ഷേ ഇവിടുത്തെ ലേക്ക് എവിടെ, അതാണ് എനിക്ക് കാണണ്ടേ. നമ്മൾ സ്റ്റോപ്പ് സൈനെത്തി ചവിട്ടി അതൊക്കെ മുമ്പോട്ട് എടുക്കുന്നു. അപ്പുറത്തൊരു ഹമ്മറൊക്കെ കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ വഴിയിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഒരു 2-way സ്റ്റോപ്പുണ്ട് ഫ്രണ്ടിൽ. 2-way സ്റ്റോപ്പിൽ ഒന്ന് ചവിട്ടി ഒന്ന് കൊടുത്ത്. അപ്പോൾ ഗൈസ്, നമ്മളിത് ജോർജ് ടൗണിലെ 6th സ്ട്രീറ്റാണ് ഈ കാണുന്നത്. സീ ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദിസ് സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റ് വളരെ ബ്യൂട്ടിഫുള്ളാണ്, കാണാൻ നല്ല ഭംഗിയാണ്, അഴകാണ്, റാണിയാണ്. ഇവിടെ ഒരു പബ്ലിക് പാർക്കിംഗ് ഉണ്ട്. നമുക്ക് പബ്ലിക് പാർക്കിങ്ങിലോട്ട് വണ്ടി അങ്ങ് ചാർത്താം. പബ്ലിക് പാർക്കിങ്ങിലോട്ട് ചാർത്തണമെങ്കിൽ സൈഡ് ചേർത്ത് എടുക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്യണം. നോ ഓവർനൈറ്റ് പാർക്കിംഗ് എന്ന് കേട്ടിട്ടുണ്ട്. നമ്മളാരും ഇവിടെ ഓവർനൈറ്റ് എടുക്കാൻ പോകാം. നമ്മളിവിടെ ജോർജ് ടൗണിൻ്റെ മനോഹരമായ തെരുവീഥികളിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് തുണിക്കടകൾ കാണാം, തൂക്കിയിട്ടിരിക്കുന്ന കൊളറാഡോ ബനിയനുകൾ കാണാം, സൈഡിൽ കെട്ടിയിട്ടിരിക്കുന്ന ക്രിസ്മസ് ഗിഫ്റ്റുകൾ കാണാം. മുമ്പോട്ട് പോകുമ്പോൾ കൊളറാഡോ വിയർസ് കാണാം, പല കടകൾ കാണാം. ഇന്ന് താങ്ക്സ് ഗിവിങ് ആയതുകൊണ്ട് ആരുമില്ല കേട്ടോ പുറത്ത്. ഇന്ന് 27th നവംബറാണ്. സോ താങ്ക്സ് ഗിവിങ് ആയതുകൊണ്ട് ഇന്ന് ഇവിടെ ഒരു പട്ടിക്കുഞ്ഞ് പോലും ഇല്ല. സോ ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു ഇതാണ്. ആൾത്തിരക്കൊന്നും ഇല്ലാത്തപ്പം നമുക്ക് നൈസായിട്ട് വീഡിയോ എടുക്കാം. ആൾത്തിരക്കുണ്ടെങ്കിൽ വീഡിയോ എടുക്കാം. പക്ഷേ ആൾത്തിരക്കില്ലപ്പം നമുക്കിങ്ങനെ അലച്ച് കയറി സംസാരിക്കാം. നല്ല മല 916 ഗോൾഡാന്ന് തോന്നുന്നു. ലാറിമാർ മാല, കമ്മൽ എല്ലാം കിട്ടും. ഇവിടെ വന്നാൽ മതി. ഏതാ? ജോർജ് ടൗൺ. അപ്പം ഇതേതാണ് ജോർജ് ടൗണിൻ്റെ ആ ഒരു വ്യൂ, മനോഹരമായ വ്യൂ. നമ്മുടെ സഞ്ചാരം. ഇതാണ് ജോർജ് ടൗൺ. എന്തൊരു ഭംഗി, അഴക് റാണി, പേര് റാണി. നമ്മൾ ആ പബ്ലിക് പാർക്കിങ്ങിനാണ് നമ്മുടെ റാംഗ്ലർ ബ്രോയെ ഇട്ടേക്കുന്നത്. നമ്മളിവിടെ നമ്മളിനി നേരെ ടു ദ ലേക്ക്, സ്ട്രെയിറ്റ് ടു ദ ലേക്ക്. ഇതാണ് ജോർജ് ടൗണിലെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള കടകൾ. എല്ലാം ക്ലോസ്ഡാണ്, ഒരിക്കലും തുറക്കത്തില്ല. എന്താണ് ബ്രോ ഇതൊക്കെ തുറന്നിട്ടാണ് തൊപ്പിയിൽ മേടിക്കാറ്. നല്ല തൊപ്പികൾ കിട്ടും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സ്ഥലമാണ് നമ്മുടെ ജോർജ് ടൗൺ. സോ ഇവിടെ നിന്ന് ഇങ്ങനെ ജോർജിനെ മാത്രം കണ്ടില്ല, ജോർജ് ടൗണിൽ വന്നു. സോ ഈ ഒരു പ്ലേസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ഇതിങ്ങനെ നടന്ന് കാണാം. കുറേ ഉണ്ട് ഇവിടെ. ഹിസ്റ്റോറിക് ആയിട്ടുള്ള കഫേസ് ഉണ്ട്, കേക്ക് കിട്ടുന്ന കടകളുണ്ട്, കുറേ കടകളുണ്ട്. മുമ്പോട്ട് പോയി ഞാനിവിടെ വെച്ച്
2 ചെക്കന്മാരെ കണ്ടു. അവന്മാർ പറഞ്ഞു ഇവിടെ ലേക്കുണ്ട്, അപ്പോൾ നമുക്ക് പോയിട്ട് ലേക്ക് തപ്പാം. അപ്പോൾ ഇതാണ് ജോർജ് ടൗണിൻ്റെ ഡൗൺ ടൗണൊക്കെ ഇങ്ങനെ ഇരിക്കും. ബാക്കി ഞാൻ വണ്ടി വെച്ച് കാണിച്ചു തരാം. സോ ഇവിടെ നേരെ ജോർജ് ടൗൺ ലേക്കിലോട്ട് പോകാം. ഇവിടെ അടുത്താണെന്ന് തോന്നുന്നത്, നമുക്ക് തപ്പി നോക്കാം. കിട്ടി പോയാൽ പോയി. സോ ലൈക്ക് നേരെ ഇവിടുന്ന് വണ്ടി നേരെ ലേക്കിലോട്ട്. ഫൈനലി അങ്ങനെ ഗൈസ് നമ്മൾ ജോർജ് ടൗണൊക്കെ കറങ്ങിക്കണ്ട് നേരെ നമ്മൾ വണ്ടിക്കകത്ത് വന്ന് കയറി. നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ കയറാം, പക്ഷേ അവിടെ വരെ ചെല്ലുന്നതിന് നമുക്ക് ലേക്കൊന്നും വേണ്ടേ. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ഗ്യാപ്പ്, നമുക്ക് ചെറിയ വിശപ്പ് മാറ്റാണ്ട് നമുക്ക് സ്നാക്ക് ടൈം ആക്കാം. സ്നാക്ക് ടൈം ആക്കുമ്പോൾ ASMR ഒന്നുമല്ല, എന്നാലും ചെറിയൊരു ASMR ആകാം. ഏറെ ഐഡിയ കൊള്ളാം. നമുക്ക് ഈ ചോക്ലേറ്റ് ചിപ്പ് കുക്ക് കഴിക്കാം. ഞാൻ ഷുഗർ കാട്ടില്ല സത്യം പറഞ്ഞു. ഇനി ഇതെല്ലാം കഴിച്ചിട്ട് വണ്ണാൻ പറ്റുക. നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതൊരെണ്ണം കഴിച്ച് വെള്ളം കഴിച്ച് നമുക്ക് ലേക്ക് കാണാൻ പോകാം. നമ്മൾ ചെറിയ ഫുഡ് കഴിക്കും. ഇങ്ങോട്ട് എപ്പോഴും ചെയ്യുമ്പം വീണ്ടും ടൈം നമുക്ക് ലാഭിക്കാം. അപ്പം അങ്ങനെ അപ്പോൾ കഴിക്കുന്നു. കഴിച്ചിട്ടുണ്ട്. വാട്ടർ ഈസ് ഡീഹൈഡ്രേറ്റഡ്, ഡോണ്ട് ബി ഡീഹൈഡ്രേറ്റഡ്. അങ്ങനെ നമ്മൾ പ്ലേസ് ജോർജ് ടൗൺ ലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒട്ടും വെള്ളമില്ല, ചെറിയൊരു അരുവി പോലെ ഉള്ളൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ ട്രെയിൻ ട്രാവൽ ഇറ്റ് ഈസ് ക്ലോസ്ഡ് ബിക്കോസ് ഇറ്റ്സ് താങ്ക്സ് ഗിവിങ് ഇന്ന് ഹോളിഡേ ആണ്. സോ ജോർജ് ടൗൺ ലൂപ്പിലെ ട്രെയിൻ ട്രാവൽ ഈസ് ക്ലോസ്. ബട്ട് അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്കിങ്ങനെ ലേക്ക് മാത്രം കണ്ട് ലേക്കിൻ്റെ ഒരു വീഡിയോ എടുത്ത് ബൈ പറഞ്ഞ് സന്തോഷത്തോടെ അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോവാം. ഇവിടെ നല്ല പാട്ട് കേൾക്കുന്നില്ലേ? ഭംഗിയുള്ള മലയാണ്. മലയുടെ മേളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളങ്ങൾ, മിനറൽ വാട്ടർ. ആ മിനറൽ വാട്ടർ അല്ല കേട്ടോ, ബട്ട് മിനറലാണ്. മറ്റേതല്ല, പക്ഷെ മിനറലാണ്. താങ്ക്സ് ഗിവിംഗ് ആയിട്ട് ഒരു പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ജോർജ് ടൗണിലെ ഒരു ഹിസ്റ്റോറിക് ഡൗൺ ടൗൺ ഉണ്ടായിരുന്നു. ഡൗൺ ടൗൺ നമ്മൾ കണ്ടു. 2 മലകൾ നമ്മൾ കണ്ടു. ലേക്ക് നമ്മൾ കണ്ടു. അൺഫോർച്ചുനേറ്റ്ലി നമുക്കിന്ന് ട്രെയിൻ സർവീസ് ഇല്ലായിരുന്നു. സോ നമുക്ക് ട്രെയിൻ കാണാൻ പറ്റിയില്ല. ബട്ട് I have a surprise for you on the way. ഇപ്പോഴല്ല, പിന്നെ. സോ നമ്മൾ ഡേ 1 3rd ലൊക്കേഷനിൽ നിന്ന് നമ്മുടെ 4th ലൊക്കേഷനിലോട്ട് നമ്മൾ ഇവിടുന്ന് പറക്കില്ല, പതുക്കെ പോകാം. സോ ഗൈസ് സ്റ്റേ ട്യൂൺഡ്. ശരിക്കും ശ്വാസം മുട്ടും കേട്ടോ. അത് നോക്കാം, പോവാം. വണ്ടി റെഡി, ഞാൻ റെഡി. അപ്പം ഡബിൾ ഓക്കെ. നമ്മളിവിടുന്ന് ഇറങ്ങാൻ തുടങ്ങാൻ നേരത്തെ ഇവിടെ ചെറുതായിട്ട് സൂര്യനൊന്ന് മങ്ങിയപ്പോഴത്തേക്കിന് ലൈറ്റിൻ്റെ വെട്ടങ്ങൾ കാണാം. നല്ല ഭംഗിയാണ്. ഇച്ചിരൂടെ കഴിയുമ്പോഴത്തേക്കും നല്ല സൂര്യൻ കയറി വരുന്നുണ്ട്. ബട്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൈറ്റുകളെല്ലാം ഇവിടെ എല്ലാം ലൈറ്റ്സാണ്. ഇങ്ങനെ ഉണ്ടോ, ഗുണാ ലൈറ്റ് ഉണ്ട്. ഇതെല്ലാം കണ്ട് തെളിഞ്ഞ് കഴിയുമ്പം ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. I couldn't see. Sorry for the inconvenience. I got to go forward. So moving forward, we'll go to the next place. Actually day 1 4th place. We gotta check it out. Okay, see you guys.